നാശം വിതയ്ക്കുന്ന ശത്രുവിനെ നിഗ്രഹിക്കാൻ. കുരുക്ഷേത്ര ഭൂമിയിൽ വീണ്ടും പാഞ്ചജന്യം മുഴങ്ങി. ഈ കസേരകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആരും വരില്ല. സർവസംഘ പരിത്യാഗവും ആത്മപീഡനവും കൊണ്ട് ശത്രുവിനെ ജയിക്കാനാവില്ലെന്നറിഞ്ഞ എനിക്ക് അവരെ കൊല്ലേണ്ടി വന്നു. കൊലപാതകയെന്നോ കുറ്റവാളിയെന്നോ മുദ്ര കുത്തുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, മതേതര രാഷ്ട്രം സമ്മാനിക്കാമെന്ന് മോഹിപ്പിച്ചിട്ട് മതത്തിന്റെ പേരിൽ ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് നമ്മളെ തമ്മിലടിപ്പിക്കുന്ന ചില നേതാക്കളെ ഞാൻ കൊല ചെയ്തു. പാപമാണോ? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിദേശ ശക്തികൾക്ക് അടിമപ്പെട്ട് സ്വന്തം രാജ്യത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വരെ നശിപ്പിക്കുന്ന ചില രാജ്യദ്രോഹികളെ ഞാൻ കൊല ചെയ്തു. കുറ്റമാണോ? വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും തമിഴെന്നും തെലുങ്കരെന്നും മലയാളിയെന്നും മുറിച്ചു വെച്ച് ഈ നാടിനെ വിൽക്കുന്ന ചില അധികാരമോഹികളെ ഞാൻ ശിക്ഷിച്ചു. ദൈവങ്ങളെ മാറ്റി നിർത്തി നിങ്ങളൊന്ന് ആലോചിക്കൂ. നമ്മളെല്ലാം ഒന്നല്ലേ? ഒന്നിച്ചു നിന്ന് നേടുന്നതല്ലേ ഭിന്നിച്ചു നിന്ന് നഷ്ടപ്പെടുന്നതല്ലേ നല്ലത്? സ്വന്തം കുടുംബത്തെയും കൂട്ടുകാരെയും വരെ ശത്രുക്കളെന്ന് നമ്മളെ കൊണ്ട് പറയിക്കുന്ന ഇക്കൂട്ടരെ ശിക്ഷിക്കുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റിനെ നിങ്ങൾ വിധിക്കുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം. വിധിക്കൂ.